മലർമതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചിലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ? നമ്മളിന്നൊരു വിഷു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ ചെയ്യണത്. എല്ലാവരുടെയും വിഷു ഒക്കെ അടിപൊളിയായിട്ട് ഓരോ ആഘോഷങ്ങളും നമ്മൾ ദിവസങ്ങളോളം കാത്തിരുന്നിട്ടാണല്ലോ അല്ലേ ആ ഒരു ദിവസത്തിന്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം അതിൻ്റെ മുന്നത്തെ ദിവസമൊക്കെ ഷോപ്പിംഗ് ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വിഷു എന്ന് പറയുമ്പം നമ്മൾക്ക് ഇപ്രാവശ്യം മേജർ മിസ്സിങ് ആണ്. സജിത്തേട്ടൻ ഇപ്രാവശ്യം നാട്ടിലില്ല. അത് ഭയങ്കര വലിയൊരു വിഷമം തന്നെയാണ് കേട്ടോ. കാരണം സജിത്തേട്ടന് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ വാറൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന കാരണം നേരിട്ട് ഫ്ലൈറ്റ് ഇപ്പോഴും അവിടുന്ന് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞങ്ങളുടെ വിഷു ഇത്രയും സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. കാരണം പടക്കം അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ സജിത്തേട്ടൻ വേണം. ഇപ്രാവശ്യം സജിത്തേട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ട് പ്രദുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ലേ? പ്രദു ആണ് ഇതിൻ്റെ എല്ലാം പ്രദു ചെയ്യാം. പ്രദുവിൻ്റെ ധൈര്യത്തിൽ മേടിച്ച സാധനങ്ങളാണിത്. ഓക്കെ, തുടങ്ങാം. ഉദ്ഘാടനം എന്താ എൻ്റെ പ്രദുക്കുട്ടി? ഇത് ലൈറ്റാണോ? പൂത്തിരിയ ഇങ്ങനെ കറക്ക്. മുഖത്തല്ല, അങ്ങനെ സൈഡില്. അപ്പോഴേ നിന്റെ മുഖം കാണും. വാ, ഒരു ഫോട്ടോ അങ്ങനെ പിടിച്ചേ. ഓ, അടിപൊളി. അത് വലുതാണ്, അപ്പൊ ചെറുത് ഭയങ്കര കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് പൂത്തിരിയാണല്ലേ? കമ്പിത്തിരി പറഞ്ഞ് മറ്റത് മേടിക്കണം അല്ലേ? ഇങ്ങനെ 4 സൈഡിലേക്ക് പിരിപിരിന്തനെ വരുന്നത്. അത് ഞാൻ മേടിക്കാൻ മറന്നെന്നാ തോന്നുന്നത്. 4 സൈഡിലേക്ക് ഇങ്ങനെ പിരിപിരിന്തനെ ഇങ്ങനെ പൊട്ടിയിട്ട് കൈമ്പിലേക്കൊക്കെ ഇങ്ങനെ അതിൻ്റെ അത് ഇങ്ങനെ വരില്ലേ? അങ്ങനത്തെ കമ്പിത്തിരി. ശ്രദ്ധിച്ചിട്ട് ഇട്ടുന്നിട്ട്. അമ്പോ, പ്രതുള്ളത് കൊണ്ട് ഇല്ല ചെങ്ക് മേശപ്പൂ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഏത് ചക്ര? വയ്ക്കോ അങ്ങനെ? എന്നിട്ട് മാറി നിൽക്കട്ടാ. കുറച്ചിങ്ങനെ പിടിക്കണം കുഞ്ഞാ, കുറച്ചു നേരം പിടിക്കണം. അയ്യോ, ആയില്ല. എന്താ ഇല്ല? പക്ഷെ അപ്പൊ തിരിയില്ലേ? ഹായ് വാ അമ്മേ. ഫ്രണ്ടിലേക്ക് അല്ല, അങ്ങനെ സൈഡിലേക്ക് പിടിക്കേ, എന്നാലാണ് അറിയില്ല എൻ്റെ ഭംഗി. അയ്യോ, ആ ഇതിൻ്റെ മുമ്പൊന്ന് മാറ്റി പിടിക്കേ. അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നീങ്ങി നിൽക്കാൻ. അപ്പുറത്ത് നല്ല ഉണ്ടല്ലോ അല്ലേ? ഓ
രണ്ടെണ്ണം എടുത്തോയത്. ഞാന് വിഷു വന്നാ മൂപ്പരും വന്നു ഓടി പടക്കം പൊടിച്ചിട്ട് ഓടി വീഴുന്ന നല്ല വീഡിയോ. പക്ഷെ ഇപ്രാവശ്യം അത് വാഴ മറ്റേ ഫിലിം കണ്ടതിന് ശേഷം അതിൽ അങ്ങനെ ഒരു സീനുണ്ട് അല്ലേ. വിഷു കഴിഞ്ഞ മൂപ്പരെ കാണാൻ അതാണ് ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ പിരിപിരുന്ന് അത് ഓരോന്നും ഓരോ പോലെ ഉണ്ടാവുക. ഇത് നല്ല ഇഷ്ടമാണ്. നല്ല രസമല്ലേ? കൊന്നപ്പൂവൊക്കെ മാസങ്ങൾക്ക് മുമ്പ് പൂത്തുപോയി. ഇത് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ കൊന്നപ്പൂവാണ്. ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ കണ്ട വീഡിയോസ് എല്ലാം വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോസാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യം സൈത്തേട്ടൻ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ പടക്കങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് അതൊക്കെ. പിന്നെ പ്രതു ഉള്ള ധൈര്യം കൊണ്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ തന്നെ. എനിക്ക് വെറും പൂത്തിരി കമ്പിത്തിരി ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. ബാക്കിയെല്ലാം എനിക്കിത്തിരി പേടിയാണ്. അപ്പം പ്രതു ആണെച്ചെങ്കിൽ ഇതിനൊക്കെ ഇത്തിരി ഓക്കെയാണ്. അവൾക്ക് സൈത്തേട്ടൻ്റെ ധൈര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവൾ ചെയ്തോളും. പാറുവിനാണെച്ചെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഈ ഭാഗത്തേക്ക് വരികയില്ല. അവൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും പ്രതുക്കുട്ടി എല്ലാം മൊത്തത്തിൽ എല്ലാം സഹകരിച്ച് കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കണി ഒരുക്കണം അല്ലേ. അപ്പോൾ കണിക്കുള്ള സാധനങ്ങളെല്ലാം A to Z എല്ലാം ഞാനിങ്ങനെ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഇരുന്ന് കണിയൊക്കെ ഒരുക്കി. ഇനി നമുക്കപ്പോൾ ബാക്കി കണി കാണുന്ന ഇതിലേക്ക് പോകാം അല്ലേ. എനിക്ക് ഓർമ്മ വെച്ച നാളെ തൊട്ടിട്ട് ഞാൻ കാണുന്നത് അമ്മമ്മ വെച്ചിട്ടുള്ള കണിയാണ് കേട്ടോ. എല്ലാ വർഷവും അത് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവുക. കല്യാണത്തിന് ശേഷം ഖത്തറിൽ പോയതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് കണി ഒരുക്കാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ കണി കണ്ടാലോ. മലർമതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചിലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ വശത്തുവാ ഉണ്ണി കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. അണിഞ്ഞു കാണേണം ഭഗവാനേ. അണിഞ്ഞു കാണേണം ഭഗവാനേ. ഞാൻ തന്നെ ആയിരുന്നു കേട്ടോ കണി ഒരുക്കിയതൊക്കെ. അപ്പോൾ കണി ഒരുക്കിയതൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എൻ്റെ കൂടെ അമ്മമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുക്കി കഴിയുന്നവരെ അമ്മമ്മ എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ആദ്യം എണീറ്റതും കണി കണ്ടതും പിന്നെ ഞാൻ എല്ലാവരെയും വിളിച്ച് കണി കാണിച്ചു. അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം വിഷുവിൻ്റെ അന്ന്. അച്ഛൻ അമ്മമ്മ ഇറങ്ങും മുത്തശ്ശിക്കൊന്ന്. അതന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോടെ, അവിടെ നിന്ന് അങ്ങോട്ട് പോടെ. മേശപ്പൂ കത്തിക്കാൻ പോണു പ്രതുക്കുട്ടി. ഇല്ല
ഇത് എത്രയാ നല്ല ഉണ്ട് ഈ സാധനം. ആ പോണു. അയ്യോ. പിന്നെ അതേ വിഷുക്കൈ നേട്ടം. ഇത് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നോട് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട്. കാരണം ഞാൻ ഇപ്രാവശ്യത്തിൽ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും വിഷുക്കൈ നേട്ടം ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയല്ലേ അത് കാണുമ്പോൾ തന്നെ, കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷവും അല്ലേ, എല്ലാവരുടെയും മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷമൊക്കെ തന്നെ അല്ലേ ഭയങ്കര വലിയ കാര്യമല്ലേ. അപ്പോൾ അതെ ഇങ്ങനെയാട്ടോ ഞാൻ വിഷുക്കൈ നേട്ടം കൊടുത്തത്. കാർഡ് വാങ്ങിയിട്ട് കാർഡിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ ക്യാഷ് വെച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റിയാക്ഷൻ കണ്ടല്ലോ. വിഷുക്കൈ നീട്ടം വേണ്ടേ? വേണ്ടേ? കണ്ണടക്കി. കണ്ണു തുറന്നേ. അതിൽ പൈസ ഇട്ടിട്ടോ. വിഷുക്കൈ നീട്ടാം. അതിൽ പൈസ ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാ? ഫോട്ടോയോ? ബാക്കി വിഷുക്കൈ നേട്ടം നമുക്ക് അമ്പലത്തിൽ പോയി വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വിഷുക്കൈ നേട്ടം കൊടുക്കുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നാം ഇതെന്താ ചെറിയ ആൾക്കാർ വലിയ ആൾക്കാർക്ക് കൊടുക്കുന്നതെന്ന്. അത് എൻ്റെ ഒരു ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്നതാണ് എല്ലാ വർഷവും. ഞാൻ അച്ഛനും അമ്മയ്ക്കും അമ്മമ്മയ്ക്കും എല്ലാ വർഷവും അങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് എൻ്റെ മാത്രം കാര്യമാണ് കേട്ടോ. അതങ്ങനെ കൊടുക്കുന്നവർ പലരും ഉണ്ടാവും. അത് എന്തുകൊണ്ട് എങ്ങനെ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. നമുക്കങ്ങനെ എനിക്കതൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. എനിക്കും വേണം തലയിൽ വെക്കാൻ. പാറുവിൻ്റെയും പ്രതുവിൻ്റെയും ഈ കുർത്തി ഞാൻ വിഷുവിന് വേണ്ടിയിട്ട് അവർക്ക് രണ്ടുപേർക്കും വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എന്തൊരു രസമാണ് അത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. എൻ്റെ അടുത്ത് അതിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിലും ഞാനതിവിടെ ടാഗ് ചെയ്യേണ്ട കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നല്ല നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് എന്തൊരു ചൂടാണല്ലേ ഏതൊരു ഡ്രസ്സ് ഇടുമ്പോൾ ഇതിനൊക്കെ പറ്റുന്ന നല്ല ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. കോട്ടനാണ്. അതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാണാനും അതെ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ബ്ലോഗിൽ സ്ഥിരം കാണാറുള്ള നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും അയ്യപ്പൻകാവിലും ഇത് രണ്ടും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണെങ്കിൽ അവർ കാണിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്. ഇവിടെ രണ്ടും അടുത്തിൽ തന്നെയാണ് നമ്മൾ എന്ത് ഒരു പ്രധാനപ്പെട്ട ദിവസം ഉണ്ടെങ്കിലും നമ്മളിവിടെ വന്നിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴും വിഷുവിൻ്റെ അന്ന് രാവിലെ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ആ വിഷുക്കൈ നീട്ടത്തിൻ്റെ ആ ഒരു കാർഡിൻ്റെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എവിടെ നിന്നാന്നൊക്കെ. അതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ അങ്ങനെ തോന്നി അങ്ങനെ ക്യാഷ് വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു കേട്ടോ. സാധനം ഇങ്ങനൊരു സംഭവം ഞാൻ അറിയില്ല. 500 നോട്ടം ഉണ്ടാവും.
എൻ്റെ കാണുന്നത് ഹാപ്പി വിഷു. പ്രഭുവിനെ പോലെ ഉണ്ട് അത്ര പ്രഭു. രസല്ലേ? അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഈ രണ്ടെണ്ണം കഴിക്കാനൊക്കെ സംഭവത്തിൻ്റെ ഉണ്ണിക്കണ്ണിൻ്റെ കണ്ണ് എൻ്റെ അമ്മ നോട്ടു നല്ല രസല്ലേ? ഇങ്ങനെ കാർഡി വാങ്ങാൻ കിട്ടുമല്ലേ? ഇങ്ങോട്ട് തിരിച്ചു കാണിക്കൂ. കൊത്തി പക്ഷെ നോക്കിട്ടില്ല ഒന്നും ആയിട്ടില്ല. അങ്ങനെ അതേ ഉച്ചയ്ക്ക് വിഷു സദ്യക്കുള്ള സമയമായിട്ടോ. ഇപ്രാവശ്യം സദ്യ ഒന്നും അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വേറെ ഒന്നുമല്ല കാര്യം, നമുക്ക് കിച്ചൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് പണിയെടുക്കാൻ പറ്റണ്ടേ. കാരണം ഇത്രയും സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് കഴിക്കാനുള്ള ആ ഒരു മൂഡ് തന്നെ പോയിട്ടുണ്ടാവും. അത്രയും ചൂടാണ്. ചൂടെന്ന് വെച്ചാൽ നമുക്ക് അൺസൈക്കബിൾ ചൂടല്ലേ. അപ്പോൾ ചേച്ചി ഉണ്ണിയേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ, വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി വേറെ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഇത്ര പേരൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളുടെ വിഷുവിന് ഇത് വീഡിയോ നമ്മളഞ്ചാളെ കൂടെ കൊള്ളിക്ക. ഹാപ്പി വിഷു. വിഷു കളറായി ചെറിയ രീതിക്ക്. അല്ല, ഞാൻ പറഞ്ഞില്ലേ 4 മേടിച്ചു, പക്ഷെ ഇത് കഴിഞ്ഞല്ലോ. യെസ്, ചക്രം. പ്രതുക്കുട്ടി ചക്രം കത്തിക്കും. അമ്മ ചക്രം കത്തിക്കണേ. പ്രതു ചക്രം കത്തിക്കണു കേട്ടാ. അമ്മമ്മോട് പാവാടല്ല. ആ പോടും. പോയി അത് ഓടി അങ്ങോട്ടേക്ക് എത്തി. ശരിക്കല്ലേ? അമ്മമ്മ അവിടെ ഇറങ്ങി വരുമ്പോഴേക്കും ചക്രമൊക്കെ തിരിഞ്ഞു കഴിയുന്ന തോന്നുന്നത്. കുറേ നേരം കത്തുണ്ട്. നോക്കട്ടെ മുഖത്തുനിന്ന് പറ്റ. അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. ഓ സൂപ്പറായി.
നന്നായി. നിങ്ങൾ കാണിച്ചേ അതിങ്ങനെ ഫേസിൽ കയറി പിടിച്ച് അങ്ങനെ അടുത്തേക്കോ അങ്ങനെ അടുത്തേക്കോ. പൊളി. വരാം. അങ്ങനെ തന്നെ പഠിച്ചാൽ കാലുമിക്ക് വരുന്നുണ്ട്. ഹാർട്ടായോ? ഇത് കൊറേ സമയം ഉണ്ടല്ലേ. അത് നല്ല വലുതാണ്. അതിൽ 3 ചക്രം കത്തിക്കാം. അമ്മ കണ്ണടിച്ചു പോയി. എനിക്ക് നോക്കിയിട്ട് നോക്കുമ്പോ എല്ലാം പച്ച കഴിഞ്ഞു. അങ്ങനെ പൂത്തിരി കത്തിക്കാൻ പാറുക്കുട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇറങ്ങ്. ആ ആ ആ കൈ അത് പൊന്തിക്കണ്ട, താഴേക്ക് പിടിച്ചാൽ മതി. താഴേക്ക് ഇറങ്ങാൻ അങ്ങോട്ട്. ഇറങ്ങി. ഇന്ന് രണ്ടുപേരും ഒപ്പം ഇങ്ങനെ ഒപ്പം നോക്കട്ടെ. മുഖം കണ്ടോ? സൂപ്പർ. ഓ അടിപൊളി. അടുത്തേക്ക് 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 അടുത്തേക്ക്. ഓ ഇത് അടിപൊളി. കഴിഞ്ഞാ എന്നാ ഒന്നും കൂടെ ഉള്ളു. മാച്ചിങ് നമ്മുടെ ഡ്രസ്സും. ഇതൊക്കെ വേപ്പിക്കൊക്കെ കഴിപ്പിച്ചിട്ടാ. അങ്ങനെ വിഷു 2026 അല്ലേ. പ്രാവശ്യം പ്രതിക്കുട്ടി ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി അല്ലേ. പപ്പ വരാത്ത കാരണം കൊണ്ട്. അയ്യോ ഇവിടെ വന്നത്. ആ കഴിഞ്ഞു. എൻ്റെ ദൈവമേ, അടുത്ത വീട്ടിലത്തെ എണപ്പാക്കായിട്ട്. ആ